സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഒരു ചാനലിൽ ചർച്ച നടക്കുകയാണ്. ABC, സുനിൽ, രഘു, രണ്ട് സംഘപരിവാറുകാരാണ്. RSSകാരാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. സംസാര വിഷയം ഇതാണ്: സക്കീർ നായിക്കിന് എയ്ഡ്സ് പിടിച്ചു. അപ്പോൾ ഇവരങ്ങ് പ്രചാരണം നടത്തുകയാണ്. സക്കീർ നായിക്കിന് മാത്രമല്ലല്ലോ എയ്ഡ്സ് പിടിക്കുന്നത്. എയ്ഡ്സ് ഇവിടെ എത്രയോ പേർക്ക് പിടിക്കുന്നു. ഈ സുനിലിൻ്റെയും രഘുവിൻ്റെയും വീട്ടിൽ അവൻ്റെ അമ്മയ്ക്കും പിന്നെ അച്ഛനും പിന്നെ എയ്ഡ്സ് പിടിച്ചെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. അവൻ്റെ സഹോദരിക്ക് എയ്ഡ്സ് പിടിച്ചെന്ന് പറയുന്നു, അവൻ്റെ അച്ഛന് പിടിച്ചെന്ന് പറയുന്നു, അവൻ്റെ അമ്മയ്ക്ക് പിടിച്ചെന്ന് പറയുന്നു. ഇവനും എയ്ഡ്സ് പിടിച്ചെന്നാണ് സുനിലിനും രഘുവിനും. അവന്മാർക്ക് രണ്ടുപേർക്കും എയ്ഡ്സ് പിടിച്ചു. അവൻ്റെ തന്തയും തള്ളയും ഒക്കെ എയ്ഡ്സ് പിടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് രോഗം മാറിയോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും അവന്മാരെ സൂക്ഷിക്കണം. എയ്ഡ്സ് ശരീരത്തിൽ മാത്രമല്ല, മനസ്സിൽ എയ്ഡ്സ് പിടിക്കും. അപ്പോൾ ശരീരത്തിൽ എയ്ഡ്സ് പിടിച്ചാൽ ചിലപ്പോൾ ചികിത്സിച്ച് മാറ്റാനൊക്കെ കഴിയും. പക്ഷെ മനസ്സിന് എയ്ഡ്സ് പിടിച്ചാൽ മാറ്റാൻ കഴിയില്ല. പറയുന്നത് ജാക്കിർ നായിക്ക് എന്തൊക്കെയോ വിദ്വേഷ പ്രസംഗങ്ങൾ ഇവിടെ നടത്തുകയും, വിദ്വേഷം, ജാതീയപരമായിട്ട് വിദ്വേഷ പ്രസംഗം. എന്ത് വിദ്വേഷ പ്രസംഗമാണെന്ന് നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളതെന്ന് തെളിവ് സഹിതം കാണിക്കണം എന്നല്ല. അല്ലാതെ വെറുതെ ഒരു വ്യക്തിയെപ്പറ്റി അനാവശ്യമായ സംസാരിക്കരുത്. ഇപ്പോൾ സക്കീർ നായിക്ക് മുസ്ലിമാണ്, മുസ്ലിം പണ്ഡിതനാണ്. അങ്ങനെയുള്ള എത്രയോ മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇന്ത്യക്കാരനായി ജനിച്ചു പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള പ്രശ്നം വേറൊന്നുമല്ല. സക്കീർ നായിക്ക് എവിടെ പോയി മതപ്രസംഗം നടത്തിയാലും അവിടെ വന്ന് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായിരുന്നാലും യഹൂദന്മാരായിരുന്നാലും ബുദ്ധ മതക്കാരായിരുന്നാലും സിഖുകാരായിരുന്നാലും വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അദ്ദേഹത്തിന് എല്ലാ വേദഗ്രന്ഥങ്ങളെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമാണ്. ആ പാണ്ഡിത്യം ഇല്ലാത്ത ഈ വിഡ്ഢികളായ കുറെ പിന്നെ കഴുതകളുണ്ട്. യവന്മാർക്ക് ഇത്രയും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അപ്പോൾ ഏത് കാര്യം, ഭഗവത്ഗീത ചോദിച്ചാലും, ബൈബിള് ചോദിച്ചാലും, രാമായണം ചോദിച്ചാലും, ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം ചോദിച്ചാലും, യഹൂദന്മാരുടെ ഗ്രന്ഥം ചോദിച്ചാലും അതിനൊക്കെ ശക്തമായ കറക്റ്റിന് മറുപടി പറയുന്നു. അതിനെ എതിർക്കാൻ ഇവരാരെ കൊണ്ടും കഴിയില്ല. അപ്പോൾ ഇസ്ലാമിനെ പറ്റി, ഖുർആനെ പറ്റിയും നബിയെ പറ്റിയും ചോദിക്കുമ്പോഴത്തേക്ക്, ദൈവത്തെ പറ്റിയും സ്രഷ്ടാവിനെ പറ്റിയും ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയുന്നു. അപ്പോൾ ഇത് അംഗീകരിച്ചുകൊണ്ട് ചില ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അപ്പോൾ ഇസ്ലാം മതം എന്ന് പറയുന്നത് മാത്രമല്ല, ലോകത്ത് ഏത് മതവും അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവനവന് പിന്നെ ഓരോരോ രാജ്യങ്ങൾ അവരവരുടെ ഭരണഘടന പിന്നെ അവകാശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ അറിയാതെ ഇസ്ലാമിനോടുള്ള വിരോധം അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് പിന്നെ സക്കീർ നായിക്കിന് എയ്ഡ്സ് പിടിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ വീട്ടിലുള്ള അവർക്ക് എയ്ഡ്സ് പിടിച്ച അതിനെ തുല്യമാണ്. അവർക്കാണ് എയ്ഡ്സ് പിടിച്ചത്. ഇപ്പൊ സുനിൽ എന്ന് പറയുന്നവനും രഘു എന്ന് പറയുന്നവനും വിവരമില്ല, വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവം വേണം. ഒരാളിന് എയ്ഡ്സ് പിടിച്ചെന്ന് പറഞ്ഞാൽ ലോകത്ത് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ എയ്ഡ്സ് പിടിച്ച് മരിച്ചു. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? വ്യഭിചാരത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വ്യഭിചാരത്തിന് ഇവിടെ നിയമവിധേയമാക്കിയത് ആരാണ്? ഇന്ത്യയിൽ ബാക്കിയുള്ള ജാതിക്കാരാണ്. ഇസ്ലാം പിന്നെ വ്യഭിചാരത്തെ എതിർക്കുന്ന ഒരു മതമാണ്. വ്യഭിചാരം ഇല്ലാതായിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഒരു വിവാഹം, 2 വിവാഹം, 3 വിവാഹം ഒക്കെ കഴിക്കാമെന്ന് പിന്നെ മതപരമായ പിന്നെ അനുമതി കൊടുത്തിട്ടുള്ളത്. അതേസമയം ബാക്കിയുള്ള സമുദായങ്ങൾക്ക് അങ്ങനെ ഇല്ല, അനുമതിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? സ്വന്തം ഭാര്യയിൽ തൃപ്തി കണ്ടെടുത്തിട്ടില്ലെങ്കിൽ അവൻ നാടൊരു പോലെ ഇറങ്ങി വ്യഭിചരിക്കാൻ പോകും. അപ്പോൾ അവന്മാരാണ് ഇവിടെ എയ്ഡ്സ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമാണ് എയ്ഡ്സ് പകർന്നത്. എയ്ഡ്സ് ഇവിടെ വരാൻ കാരണം എന്ന് പറയുന്നത് അതാണ്. വ്യഭിചാരിക്കുന്നവന് പെണ്ണിനെ ആയാലും ആണിനെ ആയാലും, അതായത് വിവാഹം കഴിച്ചവരാണെങ്കിൽ, വിവാഹം കഴിച്ച സ്ത്രീ ആണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലണമെന്നും, വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കണമെന്നുമാണ് ഇസ്ലാമിന്റെ വിധി. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും പൊട്ടന്മാരും വിഡ്ഢികളും വന്നിരുന്ന് പിന്നെ സക്കീർ നായിക്ക് എന്ന് പറയുന്നത് ആരാണെന്നാണ് നീയൊക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നത്? അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്, നല്ല വിവരമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് നാടൊരു പോലെ ഇറന്ന് വ്യഭിചരിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പൊ മനുഷ്യനാണ്, ഇപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാം, ആരും തടയില്ല. ആര് വേണമെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറുമാണ്. അപ്പോൾ വിഡ്ഢിത്തരം പറയുന്നതിനും പിന്നെ പൊട്ടത്തരം പറയുന്നതിനും ഒക്കെ ഒരു അതിരുണ്ട്. അപ്പൊ അവനവന്റെ വീട്ടിലുള്ള കാര്യം ആദ്യം നോക്കുക. അതായത് നിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും എയ്ഡ്സ് പിടിച്ച, നിന്റെ സഹോദരിക്ക് എയ്ഡ്സ് പിടിച്ച, നിന്റെ ഭാര്യയ്ക്ക് എയ്ഡ്സ് പിടിച്ച, എങ്ങനെ പിടിച്ചു? ഏത് തരത്തിലാണ് പിടിക്കുന്നത്? അപ്പോൾ അത് ആളുകളെ കൊണ്ട് വെറുതെ പറയിക്കരുത്. നീയൊക്കെ പറയുന്നതിന് മറുപടിയായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ്
കള്ളപ്പണം പഠിപ്പിക്കുന്ന പേരിൽ ഒരു കേസ് സക്കീർ നായിക്കിന്റെ പേരിലുണ്ട്. മതവിദ്വേഷം പ്രചരിപ്പിച്ചതെന്നും പറഞ്ഞ് ഒരു കേസ് സക്കീർ നായിക്കിന്റെ പേരിലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പല ജയിലുകളിലും സംഘപരിവാറിനെ എതിർക്കുന്ന കുറെ ആൾക്കാർ ജയിലിൽ കിടപ്പുണ്ട്. മുസ്ലിങ്ങളാണ് കൂടുതലും. അപ്പോൾ ഏത് രീതിയിലും എങ്ങനെ നിങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കി, ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾക്ക് അതായത് RSSകാർ ബോംബ് വയ്ക്കുക, അതിനുശേഷം അത് മുസ്ലിങ്ങളുടെ മണ്ടയിലാക്കുക, എന്നിട്ട് കുറെ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഈ സംഘപരിവാറിന്റെ ഗവൺമെന്റ് നിലനിൽക്കുന്ന കാലത്തോളം അതെല്ലാം നടക്കും. അതുപോലെ സക്കീർ നായിക്കിനെ പൂട്ടാനായിട്ട് നോക്കി, അത് നടന്നില്ല. അതിന് പിന്നെന്താണ് ചെയ്യുന്നത്? ഇന്റർപോളിന്. അപ്പൊ അദ്ദേഹം മലേഷ്യയിൽ പോയി താമസമാക്കി, അവർ സിറ്റിസൺഷിപ്പ് കൊടുത്ത്, അവർ ലോകത്തുള്ള പല രാജ്യങ്ങളും സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പിന്നെ തയ്യാറുമാണ്. അപ്പോൾ അവിടെ പോയി പിടിക്കാൻ ഒക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ പിന്നെ ക്രിമിനൽ കുറ്റവും പിന്നെ കള്ളപ്പണം വെളുപ്പിക്കലും, അദ്ദേഹത്തിന് കള്ളപ്പണം വെളുപ്പിച്ചത് എന്ത് ചെയ്യാനാണ്? അപ്പൊ ബുദ്ധിയില്ലാത്ത മണ്ട ശിരോമണികളാണ് ഈ ആവശ്യമില്ലാത്ത സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം പിന്നെ മലേഷ്യയിൽ താമസമാണ്. ഇന്റർപോളിന് കേസ് അങ്ങോട്ട് കൈമാറി കൊടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്റർപോൾ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പിന്നെ വാലാട്ടികളാ. നീയൊക്കെ ബുദ്ധിയും വിവരവും ഇല്ലാത്തത്. ഇന്റർപോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങളൊക്കെ കണക്കാവിച്ചിരുന്നത്? മോഡി വിശ്വഗുരു പറഞ്ഞ ഉടനെ പിന്നെ സക്കീർ നായിക്കിനെ അറസ്റ്റ് ചെയ്യും. അതിന് മതിയായ കാരണം വേണം. ഈ തെണ്ടിത്തരം, നീയൊക്കെ ചാണകം തിന്ന് നടക്കുന്ന, മനുഷ്യന്റെ കാഷ്ടം തിന്ന നീയല്ല. നീയൊക്കെയാണ് ABC ചാനലിൽ നിന്നും പറഞ്ഞ് വന്നിരുന്നത്. പിന്നെ മനുഷ്യന്റെ മൂത്രം കുടിക്കും, പിന്നെ മൃഗങ്ങളുടെ മൂത്രം കുടിക്കും, മനുഷ്യന്റെ തീട്ടം തിന്നും, മൃഗങ്ങളുടെ തീട്ടം തിന്നും. അങ്ങനെ ഉള്ള നിനക്കെല്ലാം ബുദ്ധി മന്ദീഭവിച്ചു പോയി, ബുദ്ധി ഇല്ലാതായി പോയി. നിനക്കൊക്കെ എയ്ഡ്സ് അല്ല, അതിലും കൂടിയ രോഗങ്ങൾ പിടിക്കും. അപ്പോൾ നീയൊക്കെ മനസ്സിലാക്കാനുള്ളത്, ഇന്റർപോൾ മതിയായ കാരണമില്ലാതെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിക്കില്ല. അദ്ദേഹത്തിന്റെ പേരിൽ മതിയായ കാരണമില്ല. കാരണം കൊടുക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കഴിയില്ല. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. എത്രയോ പേര് 4-5 വർഷം, 10 വർഷം, 11 വർഷം, അതായത് മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ എത്രയോ ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ട്, അവസാനം സുപ്രീം കോടതി ആയിരുന്നാലും ഹൈക്കോടതികളായിരുന്നാലും അവർക്ക് ജാമ്യം കൊടുത്ത് പുറത്ത് വിടുകയാണ്. ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറയാണ്. അപ്പൊ അതുപോലെ ഉള്ളൂ ഇതും. ഈ സക്കീർ നായിക് എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ ഒരു മനുഷ്യനാ മുസ്ലിം ആയി പോയത് കൊണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിദ്വേഷ പരാമർശം നടത്തി. വിദ്വേഷമുണ്ട്, ഒരു വിദ്വേഷവും അദ്ദേഹം നടത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുപോവാ. അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്ന് പറയുന്നത്, സംസാരം എന്ന് പറയുന്നത് പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ട് റൂം അടച്ചുകൂട്ടിയല്ലോ സംസാരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്, അദ്ദേഹം പോയി സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അവിടെ എല്ലാ മതക്കാരും അവിടെ വരുന്നുണ്ട്. ചാണം തിന്നികളായ നിനക്കൊന്നും അതിനുള്ള കഴിവില്ല. അത് കഴിവില്ലാത്തതിന് സക്കീർ നായിക്കിന് എയ്ഡ്സ് പിടിച്ചേ നീയൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നിന്റെ വീട്ടിലാണ് എയ്ഡ്സ് ആദ്യം പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നത്. അതായത് ഒരു മാന്യനായ ദൈവഭയമുള്ള ഒരു വ്യക്തിയെ പറ്റി അനാവശ്യം പറഞ്ഞാൽ അവന്റെ വീട്ടിൽ തന്നെ ആ രോഗം വരും. അത് നീ മനസ്സിലാക്കിക്കോ. ഈ പറയുന്ന നീയല്ല, നിന്റെ തന്തയുടെ പ്രായമുള്ള മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന് എയ്ഡ്സ് പിടിച്ച് എന്ന് നീ പറയണമെങ്കിൽ നിന്റെ മനസ്സ് എത്രത്തോളം വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് നീ. അപ്പൊ നീ നിന്റെ ഭാര്യയ്ക്കാ, നിന്റെ മക്കൾക്കാ, നിന്റെ അമ്മയ്ക്കാ, നിന്റെ അച്ഛനാ എയ്ഡ്സ് വരാ, നീ സൂക്ഷിച്ചോ. ഈ രണ്ടുപേരെടുത്താണ്, സുനിൽ ആയാലും ശരി, ജഗു ആയാലും ശരി. നീയൊക്കെ ഇനി ഏതൊക്കെ വേഷം കെട്ടി വന്നാലും ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് പറയില്ലേ, നീയൊക്കെ ചെന്നായ്ക്കളാണ്. മനുഷ്യന്റെ രക്തം ഊറ്റിക്കുടിക്കും മനുഷ്യൻ. അതായത് ഈ വർഗീയ വിദ്വേഷം, വെറുപ്പ്, വിദ്വേഷം, അക്രമം, അനാവശ്യമായ പക, ഇതെല്ലാം കൊണ്ടു കിടക്കുന്ന നിനക്കൊക്കെ ഇല്ലാത്ത രോഗങ്ങൾ വന്ന് നീയൊക്കെ പുഴുത്ത് ചാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയോ. ദൈവം എന്ന് പറയുന്നത് ഒറ്റ ദൈവമേ ഉള്ളൂ ലോകത്ത്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും പിന്നെ യഹൂദന്മാർക്കും എല്ലാം ഓരോരോ ദൈവങ്ങളില്ല. എങ്കിൽ എന്നേ ദൈവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമായിരുന്നു. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാതായി പോയില്ലേ. നീയൊക്കെ വിശ്വസിക്കുന്ന, അതായത് എല്ലാ മതങ്ങളും, ഇപ്പൊ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഭഗവത്ഗീതയിൽ എന്തെന്നാണ് പറയുന്നത്? പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ദൈവത്തിനെ സ്തുതിക്കാൻ. മുസ്ലിങ്ങൾ പറയുന്നതും അത് തന്നെ, ദൈവത്തിനെ സ്തുതിക്കാൻ പറയും. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉറക്കം എണീറ്റ ഉടനെ നിങ്ങൾ പോയി പിന്നെ ശരീരവും എല്ലാം അംഗശുദ്ധി വരുത്തി നിങ്ങൾ പോയി ദൈവത്തെ സ്തുതിക്കും. അപ്പൊ ഹിന്ദുക്കൾ പറയുന്നത് അത് തന്നെയാണ്, ക്രിസ്ത്യാനികൾ പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ പിന്നെ നിനക്കൊക്കെ ബുദ്ധിയില്ലാതെ, അതായത് ദൈവത്തോടുള്ള എന്താണ് സമീപനത്തിലാണ് വ്യത്യാസം. ദൈവം എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായിപ്പോയി പൊട്ടന്മാർ. കാര്യം ചാണകമല്ലേ തിന്നുന്നത്, മൂത്രമല്ലേ കുടിക്കുന്നത്, മനുഷ്യന്റെ കാഷ്ടവും നീയൊക്കെ തിന്നുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ടൊന്നും പറയാനൊക്കില്ല. നിന്റെയൊക്കെ ബുദ്ധി മന്ദീഭവിച്ചു പോയി. അപ്പൊ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾ വടക്ക് നോക്കി തെക്ക് നോക്കി ചെന്നിരിക്കണം.
സക്കീർ നായിക്കിന് എയ്ഡ്സ് എന്നാണ് വരുന്നതെന്ന്. അപ്പൊ സ്വന്തം വീട്ടിൽ നടന്ന അത് നിങ്ങൾ അറിയില്ല. അതായത് 2 കാലിലും മന്താണ്. ആ മന്ത് മണ്ണിൽ കുഴിച്ച് ഇട്ടുകൊണ്ടാണ് പറയുന്നത്. ഒരു ഒറ്റ കാലിൽ മന്തുള്ളപ്പോ അയ്യേ ദോ പോകുന്ന ഒരു കാലിൽ മന്തുള്ള മനുഷ്യനെന്ന്. അവന്റെ 2 കാലിലും മന്താണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടാവണം. കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് നിന്റെ എന്ന് ഈ ജൽപ്പനങ്ങൾ കേൾക്കാനുള്ള സമയമല്ല. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക്. അവരവരുടെ സമുദായങ്ങളിലുള്ള ആളുകൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു പ്രതീതി കാണാനാ, അവരെ സ്നേഹത്തോടെ നോക്കാനാ, അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാനാ ശ്രമിക്കുന്നതിന് വരെ പിന്നെ സക്കീർ നായിക്കിന് എയ്ഡ്സ് വരുന്നു, അല്ലെങ്കിൽ മറ്റേ ആളിന് എയ്ഡ്സ് വരുന്നു പറഞ്ഞ് നടക്കാൻ നീയൊന്നും നിനക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടാ? അതായത് കാഷ്ടം തിന്ന് നിന്റെയൊക്കെ ബുദ്ധി ഇല്ലാതായി പോയാ എന്തായാലും ശരി, നിങ്ങളൊന്നും നന്നാവുന്ന ലക്ഷണമില്ല. എന്തായാലും നമ്മുടെ സാംസ്കാരിക കേരളത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ കേരളക്കാരെ പറയിക്കരുതേ 2 തെമ്മാടികൾ. നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ വളർന്നു വരാനുള്ള ചെറുപ്പക്കാരല്ലേ, മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക. ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധി ഉള്ളവരെ ദൈവം നേർവഴിയിലാക്കുന്നതാണ്. നിന്നെയൊക്കെ ഹൃദയം ശുദ്ധിയില്ല, നിങ്ങൾ നേർവഴിയിലാവുകയില്ല യാതൊരു കാരണവശാലും. എന്തായാലും ശരി, അനുഭവിച്ചോളാം. നീയൊക്കെ ഏത് രീതിയിലാണ് മരിക്കുന്നതെന്ന് ദൈവം തമ്പുരാനെ അറിയാവുള്ളൂ. നീയൊക്കെ ഒന്നി പിഴുത്തിയാവും, അല്ലെങ്കിൽ വണ്ടിയാ വള്ളമോ കയറി ഇറങ്ങി, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് തട്ടിക്കളയും. ഇപ്പൊ എത്രയോ പേരാ കിടന്നുറങ്ങുന്നവരെ വന്ന് കഴുത്തിറക്കുന്നു. സ്വന്തം മകൻ തന്നെ തന്തയെ കൊല്ലുന്നു. സ്വന്തം ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് മറ്റവൻ്റെ കൂടെ പോകണം, കാമുകൻ്റെ കൂടെ പോകണം. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെ തലക്കടിച്ച് കൊല്ലുന്നു ഉറങ്ങുന്നത്. അപ്പൊ നിന്നെയൊക്കെ എങ്ങനെയാണ് മരണം? സ്വന്തം അച്ഛനാണാ കൊല്ലുന്നത്, അമ്മയാണാ കൊല്ലുന്നത്, അതെ ഭാര്യയാണാ കൊല്ലുന്നത്, മകനാണാ കൊല്ലുന്നത് എന്ന് നീയൊക്കെ സൂക്ഷിച്ച് നടക്കുക. അതായത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഇല്ലാത്തതൊക്കെ സംഭവിക്കും. അത് സൂക്ഷിച്ചും കണ്ടും പിന്നെ ജീവിക്കണം. ഇനിയെങ്കിലും ആ ഹൃദയശുദ്ധിയോടുകൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചാനല് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു തൃപ്തി വരില്ല. കാരണം മനുഷ്യന്മാർക്ക് പകയും വിദ്വേഷവും ഇല്ലാതാക്കണം. ഏത് സമുദായം ആയിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, സന്തോഷത്തോടെ കഴിഞ്ഞൂടെ. നീയൊക്കെ ഈ പുതിയ സൃഷ്ടികളാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലത്ത് എനിക്ക് 10-70 വയസ്സായി. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഹിന്ദു എന്നാ, മുസ്ലിം എന്നാ, ക്രിസ്ത്യാനി എന്നാ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഏത് പ്രശ്നം ഉണ്ടായാലും അവിടെ ജാതിയും മതവും കുറെ ചാനലുകളും. നിനക്കൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കണേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഭാര്യയായിരുന്നാലും അമ്മയായിരുന്നാലും മക്കളെ ആയിരുന്നാലും ആരെയും നിങ്ങൾ കൂട്ടിക്കൊടുക്കും, നിങ്ങൾ പൈസ ഉണ്ടാക്കും. നിങ്ങൾ എന്നിട്ട് കുറെ ചാണകം മാറി തിന്നും, കുറെ മൂത്രം കുടിച്ച് എവിടെയെങ്കിലും കയറി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഈ രീതി മാറ്റണം. നമ്മൾ കേരളക്കാരാണ്. കേരളത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ പിന്നെ ബാധ്യസ്ഥരായവരാണ് നമ്മളെല്ലാം. അപ്പൊ അത് കണ്ട് പെരുമാറണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തെറ്റുകൾ തിരുത്തി. മനുഷ്യന് തെറ്റുകൾ എപ്പോഴും ഉണ്ടാവും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാനിന്ന് എന്തെങ്കിലും മോശമായിട്ട് ആരോടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ നല്ലൊരു പണ്ഡിതനായ മനുഷ്യനാണ്, ആർക്കും യാതൊരു ഉപദ്രവം ഉണ്ടാക്കാത്ത മനുഷ്യന്. മതവിദ്വേഷമൊന്നും അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി അനാവശ്യം പറയുന്നതിന് നിങ്ങൾ ദൈവത്തോടെങ്കിലും മാപ്പ് ചോദിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് അങ്ങനെ എങ്ങനെയൊക്കെ വന്ന് ആ മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, അവർ തീരുമാനിച്ചോളൂ. അല്ലാതെ നിങ്ങൾ സംഘപരിവാറുകാർ കുറെ ചാണകം തിന്നികൾ കൂടി അദ്ദേഹത്തിനെ ശിക്ഷിക്കാനും പിന്നെ അദ്ദേഹത്തിനെ ജയിലിലാക്കാനും നോക്കണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവരും കേട്ടിരുന്ന് നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.